नमस्ते बच्चों। सभी अच्छा है? ठीक है। पिछली कक्षा में पढ़ी हुई पाठ सभी ने अच्छी तरह से पढ़ा है ना? अच्छा, ടെക്സ്റ്റൊക്കെ നന്നായിട്ട് വായിക്കുന്നുണ്ടോ എല്ലാവരും? പാഠഭാഗങ്ങളൊക്കെ നല്ലവണ്ണം ഉറക്കെ തന്നെ വീട്ടിലുള്ളവർ കേൾക്കുന്ന രീതിയിൽ നന്നായിട്ട് നല്ല ഉറക്കെ തന്നെ എല്ലാവരും വായിച്ച് പഠിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അപ്പം എല്ലാവരും പഠിപ്പിച്ചു അല്ലേ? ഒരു ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞു, പിറ്റേ ദിവസം വേറൊരു ക്ലാസ് വരിക അല്ലേ? ഹിന്ദിയുടെ ക്ലാസ് വന്നു, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ക്ലാസ് വന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വന്നു. നമ്മളതൊക്കെ കണ്ടു നോട്ട് എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ചു. പിന്നീട് എന്ത് ചെയ്യണം? അന്നേരം അതങ്ങ് വായിച്ചു പോയി. അങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നത്? അല്ല, നമ്മൾ മലയാളത്തിൻ്റെ ക്ലാസ് കണ്ടു, അത് നന്നായിട്ട് നോട്ട്സ് ടീച്ചർ പറയുന്ന പോലെയൊക്കെ എഴുതി നന്നായിട്ടെല്ലാം എഴുതി വെച്ചു, ടെക്സ്റ്റ് എടുത്ത് വായിച്ചു. പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ റിപ്പീറ്റഡ്ലി മലയാളവും ഇംഗ്ലീഷും ഹിന്ദി എല്ലാ വിഷയങ്ങളും ടെക്സ്റ്റ് റീഡിങ് മസ്റ്റാണ്. ടീച്ചർ എപ്പോഴും പറയുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിക്കുമ്പോഴൊക്കെ വീടുകളിൽ നിന്ന് പലയിടത്ത്, എന്നാൽ ചില കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഫീഡ്ബാക്കൊക്കെ കിട്ടുന്നുണ്ട്. ചിലർ വായിക്കുന്നേ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് നല്ല ഒരു പ്രവണതയാണോ? അല്ല, ടീച്ചർ വഴക്ക് പറയുമല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അപ്പം എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചോ? തന്ന നോട്ടൊക്കെ എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതി വെച്ചോ? നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്ലാസ്സുകളിൽ ശ്രുതലേഖ എഴുതുന്ന ഒരു ഡിക്റ്റേഷൻ വേർഡ്സ് ഒരു 4-5 തവണയൊക്കെ എഴുതുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പോഴും അതെല്ലാവരും കീപ്പ് ചെയ്യുക. എല്ലാവരും തന്നെ അതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യേണ്ട. ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോന്നും സ്ട്രെസ് ചെയ്ത് അതിൻ്റെ മീനിങ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം നോട്ട് ചെയ്ത് വെക്കേണ്ട. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത പുതിയ വേർഡ്സ് വരുമ്പം അതൊന്ന് എന്ത് ചെയ്യണം? ന്യൂ വേർഡ്സ് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ആ പാഠം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നോട്ട് ബുക്കിലേക്ക് പകർത്തി വെക്കണം. ഒരു 5 തവണ വെച്ച് ഓരോ വേർഡും എഴുതുക. അപ്പം എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയുണ്ട്. അപ്പം നമുക്കതിൻ്റെ ബാക്കി പഠിക്കണ്ടേ? അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. अरे बच्चे, हमने पिछली कक्षा में डॉक्टरी नामक पाठ का पहला भाग पढ़ा है ना? सभी अच्छी तरह से पढ़ा है ना ये भाग? अच्छा, ये भाग में क्या कहा? ये भाग में एक डॉक्टर था, उसका नाम क्या था? ठीक, विश्वंभर बाबू. विश्वंभर बाबू कहाँ चला था? എവിടേക്ക് പോവുകയായിരുന്നു വിശ്വംഭര ബാബു? सप्तग्राम के स्टेशन मास्टर मधु विश्वास का छोटा बड़ा बीमार पड़ गया. उसकी इलाज के लिए सप्तग्राम जा रहा था. उसी समय बस, ट्रेन, प्लेन आदि वाहनें नहीं थी. उसी समय महान व्यक्तियों ने पालकी पर सवार करता था. पालकी पर सवार होकर विश्वंभर बाबू सप्तग्राम चला था. चलते चलते रात हो गए. उसको ठहरने की कोई जगह नहीं मिली. पालकी की डंडी तड़तड़ाकर टूट गए पर विश्वंभर बाबू और उसके सहाई सैनिकों ने वहाँ ज़मीन पर लेट गया. लालटेन पास ही रखी थी. तभी कहारों के सरदार बुद्धू ने आकर कहा, वो देखिए कुछ लोग इधर ही आ रहे हैं. निश्चय ही वे डाकू है. तभी कहारों के सरदार ബുദ്ധുവിനെ ആക്കർ, അവരുടെ കൂടെ വന്നിരുന്ന ഒരു സർദാർ ബുദ്ധു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വോ ദേഖിയേ, അങ്ങോട്ട് നോക്കിക്കേ, കുച്ച് ലോക ഇധർ ഹി ആ രഹേ ഹേ, കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിശ്ചയി വേ ഡാക്കൂ ഹേ, നിശ്ചയമായിട്ടും അവരാരാണ്? കൊള്ളക്കാരാണ്. വിശ്വംഭര ബാബുവിനെ കഹ, അപ്പോൾ വിശ്വംഭര ബാബു പറഞ്ഞു, ഡർ കാഹേ കാ, तुम सब तो हो ही है.
സും തും സബ് തോ ഹോ ഹി. വിശംബര ബാബു അപ്പോൾ പറഞ്ഞു, എന്താണ് ഡർ കാഹേക്ക, എന്തിനാ ഭയക്കുന്നത്? തും സബ് തോ ഹോ ഹി, നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, പിന്നെന്തിനാ നമ്മൾക്ക് ഭയക്കുന്നത്? ഈ വിശംബര ബാബു എന്ന ഡോക്ടറുടെ കൂടെ 3-4 പേരുണ്ട്, അവരുടെ എന്താ പറയുക, കാവൽക്കാരായിട്ട്, അവരുടെ സേവകരായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇല്ലേ, പിന്നെന്തിനാ ഭയക്കുന്നത്? ബുദ്ധു ബോല, ഉടനെ ബുദ്ധു പറഞ്ഞു, ബഗളു ഭാഗ് ഗയ, पल्लू भी कहीं दिखाई नहीं देता, बख्शी उस चुरमुट में छिप गया और विष्णु के तो डर के मारे हाथ भाव भूल गए हैं. और कहते कहते वो भी भाग खड़ा हुआ. ബുദ്ധു അപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞ? ബഗളു ഭാഗ് ഗയ, ബഗളു ഓടിപ്പോയി എപ്പോഴേ. പല്ലു ഭി കഹി നഹീന്തെത്തി, പല്ലുവിനെ എവിടെയെങ്കിലും കാണാനേ ഇല്ല. ബക്ഷി ഉസ് ചുർമുട്ടുമേയും ചിപ്പ് ഗയ, ചുർമുട്ടെന്ന് പറഞ്ഞാൽ എന്താ? മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ. നോക്കിയപ്പോൾ ഉണ്ട്, ബക്ഷി എന്ന് പറയുന്ന ആള് മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. അവർ വിഷ്ണു കെ തോ ഡർ കെ മാരെ ഹാത്ത് ഭാവ് ഭൂൽ ഗയേ ഹേ, വിഷ്ണു ഭയം കാരണം എന്താണ്, ജീവനും കൊണ്ട് ഓടിപ്പോയി. ഹാത്ത് ഭാവ് ഭൂൽ ഗയ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സ്പീഡിൽ ഓടുക. അവൻ ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു. അവർ കഹത്തെ കഹത്തെ വൗഭി ഭാഗം ഘടാകുക. ബുദ്ധുവും ഇത് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവനും അവിടെ നിന്ന് ഓടി അങ്ങ് പോയി. സുൻതേ ഹി ഡോക്ടർ സാഹബ് മാരെ ഡർക്കെ ധർ ധർ കാംനെ ലഗ. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ വിശംബര ബാബു ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. മാരെ ഡർക്കെ ധർ ധർ കാമ്പിനെ ലഗ, വളരെ ഭയത്തോടെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം തൻ്റെ സേവകരെല്ലാം പോയി, ഇനി ആരുമില്ല. കൊള്ളക്കാർ വന്നു കഴിഞ്ഞാൽ തന്നെ ഉപദ്രവിക്കുകയുള്ളൂ, അദ്ദേഹം തീർച്ചയാക്കി. ചില്ലയുടെ ശംഭു ശംഭു, അപ്പോൾ അവരിൽ ഏറ്റവും ബലവാനായിട്ടുള്ള ശംഭു എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞില്ലേ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഉറക്കെ നിലവിളിച്ചു. എന്താണ്? ശംഭു 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 ബോല. ഉടനെ ശംഭു പറഞ്ഞു, ജി സാഹബ്. വിളി കേട്ടു. ഡോക്ടർ സാഹബിനെ കഹാ, അബ് ക്യാ ഹോഗ, ഇനി എന്തു ചെയ്യും? എല്ലാവരും ഓടിപ്പോയില്ലേ, അവരുടെ സേവകരെല്ലാം ഓടിപ്പോയി, ഇനി എന്തു ചെയ്യും? ശംഭു ബോല. ഉടനെ ശംഭു പറഞ്ഞു, ഡർ കാഹേക്ക മേഹൂന, എന്തിനാ ഭയക്കുന്നത്? മേഹൂന, ഞാനിവിടില്ലേ, പിന്നെ എന്തിനാ ഭയക്കുന്നത്? ഡോക്ടർ സാഹബ് ബോലെ. ഉടനെ ഡോക്ടർ സാഹബ് പറഞ്ഞു, പർ വോ തോ 5 ഹേ, അങ്ങോട്ട് നോക്കിക്കേ, ആ വരുന്നവര് 5 പേരുണ്ട്. നീ കേവലം ഒരാൾ മാത്രമേ ഉള്ളൂ, ശംഭു ഒരാളേ ഉള്ളൂ, ബാക്കി 4-5 പേരുണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയി. ആ 5 പേരോട് എതിരിടാൻ നിനക്ക് ഒറ്റയൊരാൾക്ക് പറ്റുമോ ശംഭു എന്നുള്ള ഒരു എന്താണ് ചോദ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ്? അവർ 5 പേരുണ്ട്. ശംഭു ബോല. ഉടനെ ശംഭു പറഞ്ഞു, മേം ശംഭു ജോഹും, ഞാൻ ശംഭു ആണ്. ഉസ്നെ ഉടുക്കർ ചലാങ്ക് ഭരി ഓർ ഗരജ് കർ ബോല ഖബർദാർ. അപ്പം ഉടനെ പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റുകൊണ്ട് ഗർജ് കർ ബോല, വളരെ അലറിക്കൊണ്ട് പറഞ്ഞു, ഖബർദാർ, നിൽക്കവിടെ. ഡാക്കു ഠടാക്കർ ഹസ്പടെ, വന്ന കൊള്ളക്കാര് ഉറക്കെ ഉറക്കെ ചിരിച്ചു. ഒരു കില്ലാരി പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ 5 പേരായ കൊള്ളക്കാരായ ഞങ്ങളുടെ അടുത്തേക്ക് ഗർജിക്കുന്നു. അവര് ചിരിക്കാൻ തുടങ്ങി. വേ രുക്കേ നഹീം, അവരവിടെ നിന്നില്ല. ആകെ ബെടുത്തേഹി ആയേ, അവരെന്ത് ചെയ്തു? മുന്നോട്ട് തന്നെ വന്നു. ശംഭുവിനെ പാലകി ക ടൂട്ടാ ഹുआ डंडा लिया और घुमाकर डाकुओं की और भेंग मारा. ഇവരുടെ അടുത്തേക്ക് ഈ കൊള്ളക്കാർ വരുന്നത് കണ്ടപ്പോൾ ശംഭു എന്ത് ചെയ്തു? ശംഭുവിനെ പാലകി ക ടൂട്ടാ ഹുआ डंडा लिया, ശംഭു പല്ലക്കിൻ്റെ ഒടിഞ്ഞു പോയ കമ്പ് കയ്യിലെടുത്തു. അവർ ഘുമാക്കർ ടാക്കുവോങ്കി ഓർ ഫേങ്ക് മാര, ഇങ്ങനെ കയ്യിലിട്ട്, ഘുമാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്കുക, കയ്യിലിട്ട് ഇങ്ങനെ കറക്കി ഒരു എന്താ പറയുക, അതിന് നമ്മളെന്തോ പറഞ്ഞ ആയം പിടിച്ചുകൊണ്ട് ഈ നടന്നു വരുന്ന കൊള്ളക്കാരുടെ നേരെ എറിഞ്ഞു. നിശാന ഐസ സട്ടീക്ക് ലഗാക്കി ഏക് ഹി സാത്ത് 3 ടാക്കു ഗിർപടെ. എന്ത് ചെയ്തു? നിശാന മീൻസ് എയിം, ലക്ഷ്യം ഏസാ സട്ടീക്ക് ലഗ, അത്രമാത്രം ലക്ഷ്യം വളരെ എന്താ പറയുക നിശ്ചയമായിരുന്നത് കൊണ്ട് ഒറ്റ ഏറിന് തന്നെ, ഏക് ഹി സാത്ത്, ഒറ്റ ഏറിന് തന്നെ 3 ഡാക്കു ഗിർപടെ, 3 കൊള്ളക്കാര് ഈ വടിയേറിൽ താഴെ വീണു. फिर शंभू ने अपना डंडा संभाला और डाकुओं पर टूट पड़ा. വീണ്ടും തൻ്റെ വടി കയ്യിലെടുത്തുകൊണ്ട് ഈ കൊള്ളക്കാർക്ക് നേരെ ടൂട്ട് പെടുന്ന എന്ന് പറഞ്ഞാൽ എന്താ?
ആക്രമിച്ചു. അവരുടെ നേരെ അവരെ ആക്രമിച്ചു. ജോ ദോ ഡാക്കു ചോട്ട് ഖാനെ സെ ബച്ച് ഗയേ ഥേ. ബാക്കി 3 പേരും ഓടിപ്പോയി. 5 പേരുണ്ടായിരുന്നു, അതിൽ 2 പേര് മുറിവേറ്റ് അവിടെ കിടന്നു. വേ സിർ പർ പാവ് രഖ്കർ ഭാഗ് ഖടേ ഹുയെ. ബാക്കി ഉള്ളവര് സിർ പർ പാവ് രഖ്കർ ഘടന എന്ന് പറഞ്ഞാൽ എന്താ, ഭാഗന എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ള ധൈര്യം മൊത്തം സംഭരിച്ച്, ഉള്ള എനർജി മൊത്തം സംഭരിച്ചുകൊണ്ട് അവർ ഓടിപ്പോയി. തഭി സോർ സെ കരാഹനേക്ക് ആവാസേം ആനെ ലഗെ. അപ്പം 2 പേര് മുറിവേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവർ ആവുന്നത്ര സ്പീഡിൽ അവരവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോഴുണ്ട് സോർ സെ കരാഹനേക്ക് ആവാസേം ആനെ ലഗി. വളരെ പൊട്ടി കരയുന്ന സൗണ്ട് കേട്ടു. തഭി ഡോക്ടർ സാഹബിനെ പുക്കാര. അപ്പോൾ ഡോക്ടർ സാഹബ്, വിശംബര ബാബു ഇതെല്ലാം കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ച് അവിടെ നിൽക്കുകയായിരുന്നു. ഉടനെ ആ കരച്ചിൽ കേട്ടപ്പോൾ ഡോക്ടർ സാഹബ് പുക്കാർന എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ സാഹബ് വിളിച്ചു, ശംഭു ബോല ജി സാഹബ്. ശംഭു വിളി കേട്ടു. അദ്ദേഹം വിളിച്ചപ്പോൾ ശംഭു വിളി കേട്ടു. അപ്പോൾ ഛട്പട്ട് ദവായിയോം കി പിഠാരി നിക്കാലോ. അപ്പോൾ നോക്കിയപ്പോഴുണ്ട് അവിടെ ഒരാൾ മുറിവേറ്റ് കിടപ്പുണ്ട്. പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അപ്പോൾ 2 മുറിവേറ്റ 2 പേരെ അവർ ചെന്ന് കണ്ടുപിടിച്ചു. കരച്ചിൽ കേട്ടിടത്തേക്ക് നടന്നു ചെന്നപ്പോൾ. എന്നിട്ട് വിശംബര ബാബു പെട്ടെന്ന് ശംഭുവിനോട് വിളിച്ചു പറഞ്ഞു, അപ്പോൾ ചട്പട്ട് മീൻസ് സഡൻലി, പെട്ടെന്ന്. ദവായിയോങ്കി പിഠാരി. ദവായി എന്താ, ദവായി മരുന്ന്, മെഡിസിൻ കി പിഠാരി മീൻസ് ബോക്സ്. പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വാ, മരുന്നിൻ്റെ ബോക്സ് എടുത്തുകൊണ്ട് വരൂ. ശംഭു ദവായിയോം കി പിഠാരിയിലെ ആയ. പെട്ടെന്ന് ശംഭു, എന്തായാലും ഡോക്ടർ അല്ലേ, ഡോക്ടർ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തായാലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും അല്ലേ, മെഡിസിൻ ബോക്സ് ഉണ്ടാവും. പെട്ടെന്ന് ശംഭു മരുന്നിൻ്റെ ബോക്സുമായിട്ട് വന്നു. ഉസ് സമയ രാത് ധോടി ഹി ഓർ രഹ് ഗയി ഥി. ആ സമയം രാത്രി വളരെയേറെ വൈകിയിരുന്നു. വിശ്വംഭര ബാബു ഓർ ശംഭു ദോനോംനെ മിൽക്കർ ഡാക്കുങ്കി മർഹം പട്ടി ധി. പട്ടി എന്ന് പറഞ്ഞാൽ എന്താ, പട്ടി ബാൻഡേജ് കേട്ടോ. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, വിശ്വംഭര ബാബുവും ശംഭുവും 2 പേരും കൂടെ ചേർന്ന് ഈ കൊള്ളക്കാരുടെ മുറിവുകളെല്ലാം ബാൻഡേജ് വെച്ച് കെട്ടി. സവേര ഹോ ഗയ. നേരം വെളുത്തു. ഏക് കർക്കെ ബഗലു ബക്ഷി സഭി കഹാർ ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ വിഷ്ണുപുർ ലൗട്ട് ആയെ. സഭി കാ ദിൽ ഉസ് സമയ ഭി കംബാ രഹാ ഥാ. एक करके बगलू बख्शी सभी कहार एक दूसरे का हाथ पकड़े വിഷ്ണുപൂർ ലൗട്ട് ആയേ. ഇവരെന്ത് ചെയ്തു, അപ്പം പിറ്റേ ദിവസമായി. മറ്റവരെല്ലാം പോയി പാത്തിരിക്കാൻ പോയി അല്ലേ, ഭയന്ന് പേടിച്ച് വിശംഭര ബാബുവിൻ്റെ സേവകന്മാർ പോയവരെല്ലാം ഓരോരുത്തരായിട്ട് വിഷ്ണുപുരത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ സഭീക്ക ദിൽ ഉസ് സമയ ഭീ കംബാരഹാധ. വന്നവരുടെ എല്ലാം ഹൃദയം ആ സമയത്തും പടപടാന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കൊള്ളക്കാരെ പേടിച്ചാണ് അവർ രാത്രിയിൽ ഇവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് തങ്ങളുടെ ജീവനും കൊണ്ട് ഓടിപ്പോയതല്ലേ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഈ വിശംഭര ബാബു ഒക്കെ തങ്ങിയ സ്ഥലത്ത് ഇവർ തിരികെ വന്നു. അപ്പോഴും അവരുടെ കൈകളും ശരീരവും വിറയ്ക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്രനാഥ ഠാക്കൂർ എന്ന് പറയുന്ന കവിയാണ് ഈ ഗദ്യഭാഗം എഴുതിയിട്ടുള്ളത്. അപ്പം ഇത് നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക കേട്ടല്ലോ. ഇനി വേർഡ് മീനിങ് നോക്കിക്കുക. കുറച്ച് വേർഡ് മീനിങ്ങേ ഉള്ളൂ ഇതിനകത്ത്. ഡണ്ട സ്റ്റിക്ക്, ചർവാഹ കാറ്റിൽമാൻ, ഡാക്കു റോബേഴ്സ് ഓർ ബാൻഡിറ്റ് കൊള്ളക്കാർ, കോസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത് എ ഡിസ്റ്റൻസ് ഓഫ് 2 miles 2 മൈൽ എന്നാണ് കോസ് എന്ന് പറയുന്ന, കാതം എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. അതൊരു നീളത്തിൻ്റെ യൂണിറ്റാണ്. ബൽവാൻ സ്ട്രോങ്, പുര് സിറ്റി, ലാൽട്ടേൺ ലാൻറ്റേൺ ആ തൂക്കുവിളക്കില്ലേ, ചുർമുട്ട് ബഞ്ച് ഓഫ് ട്രീസ് അതായത് മരങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ അതിൻ്റെ ചില്ലകളുടെ കൂട്ടം. ഇതേ കുറേ ഐഡിയംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഈ പുസ്തകത്തിൽ കണ്ടതാണത്. ഹാത്ത് പാവ് ഭൂലിന, കൈകാൽ മറക്കുക എന്ന് പറയത്തില്ലേ, ബഹുത്ത് ഡർ ജാന, വളരെയധികം ഭയക്കുക എന്നാണ് ഇതിൻ്റെ മീനിങ്. നമ്മൾ പുറമേ ഓരോ വേർഡ് ബൈ വേർഡായിട്ട് വായിച്ച് നോക്കുമ്പം ഒരു മീനിങ് ആയിരിക്കും, പക്ഷേ അതിന് ഇന്നർ മീനിങ് ഉണ്ടാവും. ധർ ധർ കാമ്പന എന്ന് പറഞ്ഞാൽ എന്താ, ഭയന്ന് വിറയ്ക്കുക. ഡർക്കേ മാരെ ഖബരാന, ഭയന്ന് വിറയ്ക്കുക.
ഡഡാക്കർ ഹസ്ന, പൊട്ടിച്ചിരിക്കുക, ഉറക്കച്ചിരിക്കുക. ജോർ സെ ഹസ്ന, ടൂട്ട് പഠന, ഹംല കർണ, ആക്രമിക്കുക. സിർ പർ പാവ് രഖ്കർ ഭാഗ്ന, തലയിൽ കൈവച്ചുകൊണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബഹുത്ത് തേജ് ഭാഗ്ന, വളരെ സ്പീഡിൽ ഓടുക. ദെൻ സഹി വികൽപ്പ് ചുനിയെ, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഇതൊക്കെ തനിയെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് ഓർത്തോണം, പൊടിക്കുഞ്ഞുങ്ങളല്ല. വിശ്വംഭര ബാബു പേശേസെ ക്യാഥ, പേശ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലിൽ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു, അത് തന്നെ കണ്ടുപിടിച്ച്. ശിക്ഷകായിരുന്നോ, ഡോക്ടറായിരുന്നോ, എൻജിനീയർ ആയിരുന്നോ, വൈദ്യയായിരുന്നോ? തെറ്റിക്കണ്ട, ഡോക്ടർ ധ. വിശ്വംഭര ബാബു കഹാം ജാ രഹേ ഥേ, എവിടേക്ക് പോവുകയായിരുന്നു? കാലിബാടി, വിഷ്ണുപുര്, സപ്തഗ്രാം, ഡൂങ്കർപൂർ. എവിടേക്ക് പോവുകയായിരുന്നു? സപ്തഗ്രാം. ടാക്കു കാ മുക്കാബല കിസ്സേ ഹുവാ, കൊള്ളക്കാരാരുമായിട്ടാണ് മുക്കാബല കിസ്സേ ഹുവ, കൊള്ളക്കാരാരെയാണ് ആക്രമിച്ചത്? ആരെയാണ് നേരിട്ടത് കൊള്ളക്കാര്? വിഷ്ണുസെ, പല്ലൂസെ, ബക്ഷീസെ, ശംഭൂസെ. ആരെയായിരുന്നു? ശംഭുവിന്. കിസ്നെ കഹ, കിസ്സെ കഹ, ആരോട് പറഞ്ഞു? ക്യോം ബേട്ടേ ബത്താ സക്തേ ഹോ സപ്തഗ്രാം കിത്തനി ദൂർ ഹേ. ഇത് നിങ്ങൾ തനിയെ ചെയ്തെനിക്ക് തരണം, എനിക്ക് ഫോട്ടോ ഇട്ട് തരണം. കഴിഞ്ഞ ദിവസവും 1-2 വർക്കുകൾ പറഞ്ഞിട്ട് 2 പേരെ എനിക്ക് ആ വർക്ക് ചെയ്തു തന്നുള്ളൂ. ഇത്തവണ ചെയ്യാൻ പറയുന്ന വർക്കുകൾ ചെയ്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു എന്നുള്ളത് എഴുതണം. വോ ദേഖിയേ കുച്ച് ലോഗ് ഇധർ ഹി ആ രഹേ ഹേ, ഡർ കാഹേ കാ തും സബ് തോ ഹോ ഹി. എന്തിനാ ഭയക്കുന്നത്? നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഡർ കാഹേ കാ മേഹൂന, എന്തിനാ ഭയക്കുന്നത്? ഞാനില്ലേ എന്ന് ആരോടാണ് പറഞ്ഞത്? അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? അടുത്ത ഈ ഒരു പാസേജ് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ പഠിച്ച പാഠഭാഗത്തെയാണ്. ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ, കോൻ ടഡാക്കർ ഹസ് പടേ, पालगी को डंडे से कितने डाकू घायल हुए, जोर जोर से कराने लगे मेम, जोर जोर शब्द का क्या ശബ്ദ ക്യാ ഹേ. ജോർ ജോർ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? അത് ക്രിയയാണോ, വിശേഷനാണോ, ക്രിയാവിശേഷനാണോ, സംഖ്യയാണോ? എന്താണത്? ജോർ ജോർ സെ കരാഗ്നെ ലഗ, ഉറക്കെ ഉറക്കെ കരഞ്ഞു അല്ലേ? അതെന്താണത്? കരച്ചിലിനെയാണ്. അപ്പോൾ അത് ക്രിയാവിശേഷനാണ് കേട്ടോ, ക്രിയാവിശേഷൻ. बहुत तेज भागने के लिए किस मुहावरे का प्रयोग किया? बहुत तेज भागന എന്നതിന് പകരം പാഠഭാഗത്ത് ഉപയോഗിച്ച എന്താണ് പിന്നെ മുഹാവര എന്താണ്? അതുപോലെ മുഹാവര അതിൻ്റെ മീനിങ്ങും പഠിച്ചിരിക്കണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനും പ്രതീക്ഷിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫോട്ടോ ഇട്ട് തരുന്നുണ്ടാവും. അത് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. വിശ്വംഭര ബാബു കഹാം ജാ രഹേ ഥേ ഓർ ക്യോ, വിശ്വംഭര ബാബു എവിടേക്ക് പോവുകയായിരുന്നു, എന്തിന്? ശംഭു ക ചരിത്ര ചിത്രൻ അപ്പനെ ശബ്ദവുമേ ലിഖിയെ, നിങ്ങളുടെ വാക്കുകളിൽ ശംഭുവിൻ്റെ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സംവാദ രൂപമേ ലിഖി. സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? കോൺവെർസേഷൻ രൂപത്തിൽ എഴുതുക. ഡോക്ടർ ബാബു ചർവാഹായും, അത് ചർവാഹ എന്ന് പറഞ്ഞാൽ കാറ്റിൽമെൻ, ഇവർ നടന്നു പോകുന്ന വഴിക്കൊരു എന്താ പറയുക ആട്ടിടയനെ കണ്ടായിരുന്നു. അദ്ദേഹവും ഡോക്ടർ ബാബുവും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ എഴുതുക. പിന്നെ ഡോക്ടർ ബാബുവും ശംഭുവും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെയും എഴുതുക. ഒരു 3-4 ശംഭു പറയുന്നു, ഡോക്ടർ പറയുന്നു, അങ്ങനെ 3-4 ഇത് എഴുതിയാൽ മതി, പാർട്ടായിട്ട് എഴുതിയാൽ മതി. അടുത്തത് ഭാഷാസെ. ശംഭു പാലകി ഉഡായെ ചൽ രഹാ ഹേ. ശംഭു പാലകിയും എടുത്തുകൊണ്ട് നടന്നു പോകുന്നു. പാലകി ക ടണ്ട ടൂട്ട് ഗയാ, പാലകിയുടെ പല്ലക്കിൻ്റെ കമ്പ് ഒടിഞ്ഞുപോയി. അബുവേ ലോക് കൽ സപ്തഗ്രാം പഹൂഞ്ചേങ്കെ, ഈ ആളുകൾ നാളെ സപ്തഗ്രാമത്തിൽ എത്തിയേക്കും. കണ്ടോ? ചൽ രഹാ ഹേ, ടൂട്ട് ഗയാ, പഹൂഞ്ചേങ്കെ. ഇത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം അല്ലേ? എന്താണ് ചൽ രഹാ ഹേ? നടന്നുകൊണ്ടിരിക്കുന്നു, നടന്നു പോകുന്നു. അതെന്താണ്? ഏത് ടെൻസിലാണ് അത് പറയുന്നതെന്നറിയാമോ? അത് വർത്തമാനമാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. ടൂട്ട് ഗയാ മീൻസ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാലം. അതിനെന്താ നമ്മൾ പറയാം? പാസ്റ്റ് ടെൻസ്. അതിനെന്താ ഹിന്ദി പറയുന്നത്? ഭൂതകാൽ. പഹൂഞ്ചേങ്കെ, പഠായേങ്കെ, ഖേലേങ്കെ,
ആയേക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ എന്താണ്? കളിച്ചേക്കും, വന്നേക്കും, പോയേക്കും, എത്തിയേക്കും അല്ലേ. അത് നിശ്ചയമില്ല, നാളത്തെ വരാനിരിക്കുന്നതാണ്. അത് നടന്നു കഴിഞ്ഞില്ല, നടക്കുന്നുമില്ല, നടക്കാനിരിക്കുന്നതാണ്. അതിനെന്താ പറയുക? ഫ്യൂച്ചർ ടെൻസ്. ദാറ്റ് ഈസ് हिंदी में भविष्यत काल. वाक्यों के रंगीन चपे शब्द समूह क्रिया शब्द है, पर तीनों क्रियाएं अलग अलग समय पर होने का संकेत कर रहा है. പല പല സമയങ്ങളിൽ നടന്നതാണ്. ചൽ रहा है, टूट गया, पहुंचेगा, ഇതെല്ലാം ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. क्रिया के होने का समय को काल कहते हैं. ക്രിയ നടന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി ഏത് സമയത്താണോ, കഴിഞ്ഞതാണോ, നടന്നുകൊണ്ടിരിക്കുന്നതാണോ, വരാനിരിക്കുന്നതാണോ, ഏത് സമയത്താണോ ആ സമയത്തെ കുറിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? കാൽ എന്ന് പറയുന്നു. കാൽ മീൻസ് ടെൻസ്. കാൽ 3 प्रकार के होते. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ്. ഇതിനകത്തുള്ളത് കൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഭൂതകാൽ, വർത്തമാനകാൽ, ഭവിഷ്യത് കാൽ. ക്രിയ के जिस रूप से उसके बीते हुए समय में होने का बोध हो. കഴിഞ്ഞ സമയത്തെ പറയുന്നത് ഭൂതകാലം. ക്രിയ के जिस रूप से उसके चल रहे समय में होने का बोध हो. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ പറയുന്നത് വർത്തമാനകാലം. ക്രിയ के जिस रूप से उसके आने वाले വരാനിരിക്കുന്ന സമയത്തെ പറയുന്നത് ഭവിഷ്യത് കാൽ. അതാണ് നമ്മളിപ്പം അവിടെ പറഞ്ഞത്. वाक्य पढ़िए और काल पहचान उसका नाम लिखिए. വിശ്വംഭര ബാബു ഡോക്ടർ ഹേ. കണ്ടോ, ഹേ ആണ്, അത് വർത്തമാനകാലം. ശംഭു കെ ഡണ്ടേ കി ചോട്ട് സെ ഡാക്കു ഘായൽ ഹോ ഗയേ. അത് നിങ്ങൾ എഴുതുക. എന്താണ്, ഏത് കാലമാണ്? ദേഖ്നെ ജായേങ്കെ, ഡോക്ടർ സാഹബ് മരീസ് കോ ദേഖ്നെ ജായേങ്കെ, അത് ഏത് കാലമാണെന്ന് എഴുതുക. ഇനി ഇത് എഴുതാമല്ലോ. പിന്നെ എന്താ പറയുക, अंग्रेजी में ट्रांसलेट करो. विशंबर बाबू डॉक्टर थे, वे सप्तग्राम जा रहे थे. रास्ते में उन्हें एक चरवाहा मिला. शंभू एक बलवान आदमी था. എക്സാമിന് ഇത് ചോദിക്കും. അംഗ്രേസിമേ എന്താ ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാനാണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിൻ്റെ സെൻറ്റൻസ്. ഇനി നോക്കിയാൽ വചൻ ബദലിയെ, ചേഞ്ച് ദി നമ്പർ. വചനാണ് അല്ലേ, ഒന്ന് അല്ല, ഏക്കോർ അനേക്കാണ്. ദവായി എന്ന് പറഞ്ഞാൽ മരുന്ന്, ദവായിയാം. ബേഠേ പ്ലൂറലാണ്, അതിൻ്റെ സിംഗുലർ എഴുതണം, ഏകവചനം എഴുതണം. ബേഠ, ठंडा डंडे, पट्ठी पठियाम, लाठी लाठियाम, चरवाहा चरवाहे, आवाजें ആവാജ്, രാത് രാത്തേ. ഇത് തനിയെ ചെയ്യുക. ഇനി നോക്കിക്കേ, രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി ഒരു പാരഗ്രാഫ്, ഒരു ടിപ്പണി തന്നിട്ടുണ്ട്. നിങ്ങളിത് നന്നായിട്ട് വായിച്ച് നോക്കുക. രവീന്ദ്രനാഥ ടാഗോർ എന്നാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചതെന്നൊക്കെ ഇതിനകത്തുണ്ട്. വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കുക. ഇദ്ദേഹത്തെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ റെഡി ആയിരിക്കുക. 4-5 സെൻറ്റൻസ് എഴുതാൻ പഠിച്ചു വയ്ക്കുക. രവീന്ദ്രനാഥ ടാഗോർ का जन्म 6 मई 1861 को कोलकाता के एक ജമീന്ദാർ പരിവാർ മേ ഹുവാ താ. ഇതിനെന്താ പറയുക? 1861. ദെൻ അദ്ദേഹം എന്നാ മരിച്ചത്? 1941. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക. അതിന് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് അദ്ദേഹത്തെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ, ഒരു 4-5 സെൻറ്റൻസ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. പറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ സൈഡിൽ ഒട്ടിക്കുകയും വേണം. അദ്ദേഹത്തെ പറ്റി നോട്ട് ബുക്കിൽ ഈ നോട്ട്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നോട്ട് ബുക്കിൽ ഇത് എഴുതി വെക്കുക. ഒരു 5 സെൻറ്റൻസ് മതി. അതിനകത്ത് ജനനം വേണം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, നോബൽ സമ്മാനം കിട്ടിയത്, അദ്ദേഹത്തെ പറ്റി പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതും എന്നാണെന്ന് എഴുതുക. ഇതും തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. ഡോക്ടർ, ശിക്ഷക്, എഞ്ചിനീയർ, ട്രാഫിക് പോലീസ്, ഡാക്കിയ പോസ്റ്റ്മാൻ. ഇതേതാണെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ ഭവിഷ്യ മേ ക്യാ ബനനാ ചാഹത്തെ ഹേ ക്യോം കക്ഷാമേ ചർച്ച കരേ. നിങ്ങൾ ഭാവിയിൽ വൈ ഡു യു വോണ്ട് ടു ബി ഇൻ ഫ്യൂച്ചർ,
അല്ലേ? നിങ്ങൾ ഭാവിയിൽ ആരാവാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ഒരു സെൻറ്റൻസിൽ ഒരു 2-3 സെൻറ്റൻസിൽ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, ഹിന്ദിയിൽ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വർക്ക് ചെയ്തിടാനുള്ളത് വർക്ക് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യുക. അല്ലാത്തവരെ ഞാൻ വിളിക്കുന്നുണ്ടാവും. നന്നായിട്ട് പാഠഭാഗം മുഴുവനും വായിക്കുക, ടെക്സ്റ്റിനകത്ത് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ നോട്ട് ബുക്കിലും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ ബുക്ക് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.